ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ മധുര മലയാളം സീരീസിലേക്ക് സ്വാഗതം. കേരള പാഠാവലി മലയാളം സ്റ്റാൻഡേർഡ് 7-ന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ ആയിരിക്കും. ഇതിൽ നമ്മൾ ഇന്ന് പദപരിചയമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുൻപിലുള്ള 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിൻ്റെ മുഴുവൻ സീരീസ് നമ്മൾ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ഫുള്ളും കാണാൻ ശ്രമിക്കുക. PSC പരീക്ഷകളിൽ SCRTയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ക്ലാസ്സുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാവരും ഇത് പഠിക്കുക, നോട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗാധത എന്ന് പറയുമ്പോൾ നിങ്ങൾ പദപരിചയത്തിന് ഉപരി ഇതിൽ പദശുദ്ധി സ്പെല്ലിംഗ് ഒന്ന് നോക്കി വയ്ക്കുക. പദശുദ്ധിയിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അഗാധത. അപ്പം അഗാധത എന്നാൽ ആഴമുള്ള അവസ്ഥ എന്നാണ് അർത്ഥമാക്കുന്നത്. അഗാധത ആഴമുള്ള അവസ്ഥ. അഗ്രഗണ്യൻ ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവരാണ് അഗ്രഗണ്യൻ. അഗ്രഹാരം എന്നാൽ ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവറിയപ്പെടുന്നത് അഗ്രഹാരം. അജ്ഞർ അറിവില്ലാത്തവരാണ് അജ്ഞർ. അധികതുംഗ പദം വീണപൂവിലൊരു പദമാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് അധികതുംഗ പദം എന്ന് അർത്ഥമാക്കുന്നത്. അദൃശ്യൻ മറ്റാരാലും തോൽപ്പിക്കാൻ കഴിയാത്തവനാണ്. മറ്റൊരാളും ആരുമായിട്ടും തോൽപ്പിക്കാൻ കഴിയാത്തവൻ. അധപതിക്കുക, താഴെ വീഴുക, ഉന്നത നിലയിൽ നിന്ന് താഴേക്ക് എത്തുക. അനപത്യതാ ദുഃഖം, സന്താനമില്ലാത്ത ദുഃഖം. അനാഗശ്മശ്രു, മീശ കിളിർക്കാത്തവൻ. അനിർവചനീയം, നിർവചിക്കാനാവാത്തത്, പറഞ്ഞറിയിക്കാനാവാത്തത്. അടുത്തത് അനുഭൂതി, അനുഭവം അഥവാ പ്രത്യക്ഷ ജ്ഞാനമാണ് അനുഭൂതി. നമുക്ക് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് സൗജന്യ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സുകൾ കൂടി ഫോളോ ചെയ്യാം. ഒപ്പം ഇപ്പോൾ എല്ലാ സബ്സ്ക്രിപ്ഷനിലും 20% കിഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന കറണ്ട് പ്രൈസിൽ നിന്നും 20% ഓഫർ കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എമൗണ്ട് നിങ്ങൾക്കിപ്പം 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അൺലോക്ക് 20 ഓഫർ അവൈലബിൾ ആണ്. സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഷാഫി ഐ എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് 20% ഓഫർ കരസ്ഥമാക്കുക. ഇപ്പോൾ അൺഅക്കാഡമിയിലായിട്ട് നമുക്ക് വിജയപാത എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടും LP UPക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാച്ച് കോഴ്സ്, SCRT ക്ലാസ് +1 ആൻഡ് +2ന് വേണ്ടിയിട്ടുള്ളൊരു ബാച്ച് കോഴ്സ്, മിഷൻ 2023 12th ഡിഗ്രി ലെവൽ എക്സാമിനും 10th ലെവൽ കേരള PSC എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു ബാച്ച് കോഴ്സ് ഇപ്പോൾ അൺഅക്കാഡമിയിൽ റണ്ണിംഗ് ആണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 20% ഫീസ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഇഷ്ടമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അധ്യാപകരിൽ നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ എല്ലാം ഇതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ അടുത്തത് പറയുന്നത് അമച്ച് എന്നാൽ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ചേർന്നാണ് അർത്ഥം വരുന്നത്. ഇനി അയേ എന്നാൽ എടോ എന്നാണ് അർത്ഥം. അലം മതിയാവോളം. അവനി ഭൂമി. ആ വാചകം പറഞ്ഞറിയിക്കാനാകാത്തത്. അസംശയം തീർച്ചയായും അഥവാ സംശയം ഇല്ലാത്തത്. അസ്ഥിര നിലനിൽക്കാത്തത്. അംഗം അവയവമാണ്. അടൽ ദുഃഖം. ആഭൂതി ഐശ്വര്യം. ആമഗ്നൻ ആമഗ്നൻ മുങ്ങിയവൻ അഥവാ മുഴുകിയവൻ. ആർത്തസ്വരം കരച്ചിൽ അഥവാ ദുഃഖിതന്റെ ശബ്ദമാണ് ആർത്തസ്വരം. ആലാപം പാടൽ. ആവിഷ്കരിക്കുക, വെളിപ്പെടുത്തുക. ഇതം ഇപ്രകാരം. ഈറൻ നനഞ്ഞത്. ഈറ്റിലം എന്നാൽ പേറ്റുമുറിയാണ്. ഉത്കണ്ഠ ആകാംക്ഷ, ഉത്കണ്ഠ. നോക്കാട്ടോ, പദശുദ്ധി നോക്കുക. ഉത്തുംഗം ഉയർന്നത്. ഉത്ഥാനം ചെയ്യുക, എഴുന്നേൽക്കുക. ഉദ്ഗാരം ഉച്ചരിക്കൽ അല്ലെങ്കിൽ തേട്ടലാണ്. ഉദ്ഘോഷിക്കുക, ഉച്ചത്തിൽ പറയുക. ഉന്മുഖത മുഖമുയർത്തിയ അവസ്ഥ. ഉളി ശോഭ. ഓർക്കസ്ട്ര വാദ്യവൃന്ദമാണ്. കരി കൺമഷി, കലപ്പ, ആന, കറുത്ത എന്നുള്ള അർത്ഥം വരുന്നതാണ് കേട്ടോ. ആന കരി എന്നും വരും. കരുമിഴി, കറുത്ത. കരുമിഴി, മിഴി മിഴി കണ്ണ്, കൃഷ്ണമണി. കരുവാറ്റ, കരിമ്പുള്ളിയാണ് കരുവാറ്റ എന്ന് അർത്ഥമാക്കുന്നത്. അടുത്തത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കുരച്ചിൽ അടയ്ക്ക തല്ലിക്കുഴിച്ച് കളഞ്ഞാൽ കിട്ടുന്ന ഭാഗമാണ്. കൃതജ്ഞത രേഖപ്പെടുത്തുക എന്ന് പറയും. നന്ദി.
കൃശഗാത്രി മെലിഞ്ഞ ശരീരമുള്ളവർ. കൈതവം, കൈതവം എന്നാൽ കളവാണ്. ഖഡ്ഗം വാള്. ഗർഭഗൃഹം ഭവനമധ്യത്തിലെ മുറി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ബിംബം പ്രതിഷ്ഠിച്ചിട്ടുള്ള മുറിയാണ് ഗർഭഗൃഹം. ചക്രവാള സീമ ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്നതായി തോന്നിടത്തെ അതിരാണ് ചക്രവാള സീമ. ചരമഘട്ടം അവസാന ഘട്ടം. ചരമപ്രാന്തസ്ഥൻ മരണത്തിൻ്റെ വക്കിലെത്തിയവൻ. ചരിതാർത്ഥ ആഗ്രഹം സാധിച്ചവൾ. ചാരിതാർത്ഥ്യം സംതൃപ്തിയാണ്, സംതൃപ്തി. അടുത്തത് ചരമഘട്ടം നമ്മളിപ്പോൾ പറഞ്ഞു, അവസാന ഘട്ടം. ചാല എന്നാൽ മുഴുവനായി, ചാല. ചിത്തം, ചിത്തം മനസ്സ്. ചിത്രം ആശ്ചര്യം. ചെമ്മേ നല്ലതുപോലെ, ചെമ്മേ നല്ലതുപോലെ. ചേണുറ്റ ഭംഗിയുള്ള. ചേതി ചെയ്തി. ചേതോഹാരം മനോഹരം. ജഗത്പതി ലോകനാഥനാണ്. ജന്മസിദ്ധം ജന്മനാ ലഭിച്ചത്. ജംബുകം കുറുക്കൻ, ജംബുകം കുറുക്കൻ. തഞ്ചം തരം ഉചിത സമയം. തണിച്ച് തണുപ്പിച്ച്. തപം ചെയ്യുക തപസ് ചെയ്യുക. തപ്താനിഴൽ ചൂടുകാറ്റ്, ചുടുകാറ്റ്. തരളിതം ഇളക്കപ്പെട്ട അല്ലെങ്കിൽ തിളങ്ങിയ. താരജാലം നക്ഷത്രക്കൂട്ടം. താലവൃന്ദം വിഷറിയാണ്, വിഷറി. അടുത്തത് തേജസ്വി തേജസ്സുള്ളവൾ. തൊടി വളപ്പ് അഥവാ മുറ്റം. ത്വരം ജോലി. ത്രാണി ശക്തി അല്ലെങ്കിൽ പ്രാപ്തി അല്ലെങ്കിൽ ശേഷി. ദർശനം കാഴ്ച, തത്വജ്ഞാനം. ദലമർമരം ഇലകൾ ഇളകിയുണ്ടാകുന്ന ശബ്ദമാണ് ദലമർമരം. ദിവ്യമംഗലവാണി ദിവ്യവും ഐശ്വര്യവും നിറഞ്ഞതുമായ ശബ്ദമാണ്. ധനുസ് വില്ല്. ധാര ഒഴുക്ക്. നവം 9 അല്ലെങ്കിൽ പുതിയത്. നാകം സ്വർഗമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നാക്കമാണ് കേട്ടോ. നാഗം പാമ്പും, ഈ ഗ വന്ന പാമ്പും ഈ ഗ വന്ന സ്വർഗമാണ്. നാഗീയം എന്നാൽ സ്വർഗീയമാണ്, സ്വർഗീയം. അടുത്തത് ദിവ്യമംഗലവാണി. എന്താണ് ദിവ്യമംഗലവാണി? ദിവ്യവും ഐശ്വര്യവും നിറഞ്ഞ ശബ്ദമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, നാസിക മൂക്ക്. നിണം ചോര. നിദ്ര ഉറക്കം. നിമ്നോന്നതം താണും ഉയർന്നതുമുള്ള. നീടുറ്റ നീളമുള്ള അല്ലെങ്കിൽ വലിയ അല്ലെങ്കിൽ ഉറപ്പുള്ള. നീഹാരം മഞ്ഞ്. നൂനം നിശ്ചയം. നേരുമൂല ഒന്നാമത്തെ മൂല. നൈദാഘവാദം ഉഷ്ണക്കാറ്റ്. പടുത്വം എന്താണ് സാമർഥ്യം. പല്ലവപ്പടം. പല്ലവപുടം എന്നാൽ എന്താണ്? തളിരുകളുടെ ഉൾഭാഗം. പല്ലവം തളിര്. പാദാഘാതം ചവിട്ട് അല്ലെങ്കിൽ തൊഴി. പായാരം പരിഭവം. പാലിച്ചു രക്ഷിച്ചു. പുക്കുക പ്രവേശിക്കുക. ഓക്കെ. അടുത്തത് പുരുഷാരം ആൾക്കൂട്ടം. പുരുഷാരം ആൾക്കൂട്ടം. പൂതി ആഗ്രഹം. പേറി വഹിച്ചു. പൗരവകാശം പൗരൻ്റെ അവകാശം. പ്രക്ഷീണം ക്ഷയിച്ചത് നല്ലതുപോലെ തളർന്നത്. പ്രചോദന സ്രോതസ് പ്രചോദനത്തിൻ്റെ ഉറവിടം. പ്രഥമം ഒന്നാമത്തെ. പ്രൗഢി മോടി അഥവാ ഗംഭീരം ഗാംഭീര്യം. ഫലഭൂയിഷ്ടം ധാരാളം വിളവ് ലഭിക്കുന്നവ. ഒപ്പം ഫലശൂന്യത ഫലമില്ലായ്മ. ബാണ് അമ്പ്. ബാലാതാപം ഇളം വെയിലാണ്, ഇളം വെയിൽ. ബാഹു കൈ. ബൃഹദാകരം വലിയ ആകൃതി. ഭയാഗ്രതൻ ഭയപ്പെട്ടവൻ. ഭാഗധേയം വിധി അഥവാ ഭാഗ്യം. ഭുജം കൈ. ഭുജവും ബാഹും കൈയാണ് കേട്ടോ. ഭൂതകാല സഞ്ചാരം പഴയ കാലത്തിലേക്കുള്ള സഞ്ചാരമാണ്. അടുത്ത് നോക്കാം. യെസ്. ഭംഗം നാശം. തിര ഓളം വിള്ളൽ. മഗ്നൻ
മുഴുകിയവൻ, മമ എൻ്റെ, മരുപ്രദേശം മരുഭൂമി, മാരുതൻ കാറ്റ്, മാർദംഗികൾ മൃദംഗകാർ, മൃഗം മാൻ, മൃതി മരണം, മൃത്തം മരിച്ചത്, യാതുധാനൻ രാക്ഷസൻ, യാമം 3 മണിക്കൂർ 7.5 നാഴിക അല്ലെങ്കിൽ കൂടിയ സമയം, 7.5 നാഴിക കൂടിയ സമയമാണ്. രജനി എന്നാൽ രാത്രി എന്നാണ് അർത്ഥം. രമ്യം എന്നാൽ മനോഹരമെന്നും, ലത വള്ളി, വർഷം മഴ, വാഗ്ധോരണി വാക്പ്രവാഹം, വാഗ്മി മിതവും സാരവുമുള്ള വാക്കുപയോഗിക്കുന്നവൻ, വാഗ്മി, വാചാഗ്രഹ സംഘം വാക്കുകൊണ്ടുള്ള യുദ്ധം, വാതായനം കിളിവാതിൽ, വിധ്വംസനം നശിപ്പിക്കൽ, വീജി ഓളം, വേതനം കൂലി, വൈലികർ വീണ വായിക്കുന്നവർ, വൈഭവം സാമർഥ്യം അഥവാ ശക്തി, ശകലിതം മുറിഞ്ഞ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയ, ശ്രീ ശോഭ ഐശ്വര്യം, ശ്രോതാവ് കേൾക്കുന്നയാൾ, സൗകുമാര്യം കോമളത്വം യുവത്വം അല്ലെങ്കിൽ ഒരു കാവ്യഗുണം, സത്വരം പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെക്കുറിച്ചിട്ടായിരുന്നു. നമ്മളുടെ SSCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.